ദിവസം ഉമ്മാന്റെ ഡ്രസ്സ് അലക്കി കൊടുത്തിട്ടുണ്ടോ? ഞാനൊരിക്കൽ എന്റെ മകനെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ചെറുപ്പത്തിലേ ശീലിപ്പിച്ചു. ഞാൻ ഉമ്മാനെ കൊണ്ട് വസ്ത്രം അലപ്പിക്കാൻ പാടില്ല, അത് അപകടമാണ്. നിന്റെ ഡ്രസ്സ് നീ അലക്ക, നീ ക്രിക്കറ്റ് കളിക്കാൻ പോകണു, ഓടുന്നു, ഇതൊക്കെ ചെയ്യുന്ന എനക്കെന്താ 4 കുപ്പായാൾക്ക് എത്ര പ്രയാസം. അപ്പൊ എന്നോട് ആ പറ്റി ഞാൻ അലക്കിക്കോളാം. ഓൻ്റെ ഡ്രസ്സ് ചെറുപ്പത്തിലേ അലക്കും, ഉമ്മാനെ കൊണ്ട് അലക്കിട്ടു. പിന്നെ ഓനൊരു ഹയാ, ഒരു ലജ്ജയായി. ഉമ്മാനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലത് ശീലിപ്പിച്ചുകൊണ്ട് മതി. ഒരു ദിവസം ഭാര്യന്റെ കുറെ ഡ്രസ്സ് അലക്കാണ്ടായി. അവള് റമദാൻ അടുത്ത് വരുമ്പോൾ നമ്മളോട് ഒരു ക്ലീൻ ചെയ്യൽ, ജനവാതിലും വാതിലൊക്കെ അടക്കി തോത്തുമ്പോൾ ഇവളിങ്ങനെ അടക്ക് പറഞ്ഞ് കുറെ അലക്കാനുണ്ട് എന്നൊക്കെ കല്ലുമ്പന്ന് അലക്കണം. അപ്പൊ ഞാൻ മകനോട് പറഞ്ഞിടാ, ഉമ്മാക്ക് ഒരുപാട് തുടക്കാനും തോർത്താനും ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, ഈ ഡ്രസ്സ് നമുക്ക് ഉണ്ടാക്കൂടി അലക്കുക, അലക്കട പണി നമുക്ക് ചെയ്യാം, ഉമ്മ തുടക്കട്ടെ. ഇതിപ്പം പറഞ്ഞാൽ വേണ്ടപ്പ കൂടണ്ട, ഞാൻ അലക്കിക്കൊള്ളാറ്. ഓൻ കൊണ്ടേ അലക്കി ഭാര്യന്റെ ഡ്രസ്സെല്ലാം അലക്കിട്ടു, എല്ലാം അലക്കി. അങ്ങനെ ഭാര്യ തുടക്കലും തേക്കലെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ പറഞ്ഞു, ഇനി കുറെ അലക്കാണ്ട്, വേഗം ഭക്ഷണം കഴിച്ചിട്ട് അലക്കൽ തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞ അലക്കലൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തമാശ, എത്രപാട് അലക്കാണ്ടിരുന്നു. ഞാൻ പറഞ്ഞതാ, ഒക്കെ നിന്റെ മകൻ അലക്കിട്ടിരിക്കുന്നു. അപ്പൊ ഇവള് കരയാ, സങ്കടം കൂടെ പറയുമ്പോ ഈ മകനെ പോറ്റാൻ വേണ്ടി ഉമ്മ എത്ര കഷ്ടപ്പെട്ടു. ഉമ്മാന്റെ ഡ്രസ്സ് ഒരു വട്ടം അലക്കിയപ്പോ ഉമ്മാക്ക് സഹിക്കുന്നില്ല. ഓള് കണ്ണിൽ വെള്ളം നിറച്ചു. എന്റെ കുട്ടി തന്നെ അലക്കിയോ? ഓനാ മൂത്ത കുട്ടി, മറ്റേ ചെറിയ പെൺകുട്ടികളല്ല. അപ്പൊ കരഞ്ഞപ്പോ മോനെ വിളിച്ചാണ്, ഉമ്മ എന്തിനാ കരയണാരെ എനിക്ക്? എന്തേ? ഞാൻ പറഞ്ഞു, ഒരു വട്ടം നീ ഉമ്മാന്റെ ഡ്രസ്സ് അലക്കിയപ്പോ ഉമ്മാക്ക് സങ്കടം, എന്റെ കുട്ടീന്റെ ഡ്രസ്സ് അലക്കിയല്ലോ, അതിന് ഉമ്മ കണ്ണീരൊഴിക്കാം. എടാ, ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ എന്താ ഉള്ളത്? ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട്? ഒരുപാട് കാലം നിന്റെ ഡ്രസ്സ് അലക്കി നിന്നെ പോറ്റി നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മ, ഒരു പ്രാവശ്യം നീ ഉമ്മാന്റെ ഡ്രസ്സൊന്ന് അലക്കിയപ്പോ ഉമ്മാന്റെ മനസ്സ് കണ്ടു. ഈ ഉമ്മാന്റെ മനസ്സ് ഒരു കാലത്തും വേദനിപ്പിക്കരുത്. ഇപ്പൊ ഉമ്മാന്റെ കണ്ണീര് നീ ഒരു വട്ടം ഡ്രസ്സ് അലക്കിയത് കൊണ്ട് അവരൊരു പ്രചോദനം. പിന്നെ അലക്കാൻ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഉമ്മാന്റെ ഉണ്ടെങ്കിലും ഓനങ്ങ് അലക്കിയിടും. അതൊരു ഹിദ്മത്തായി. സത്യത്തിൽ ഉമ്മാന്റെ കാലിന്റെ ചോട്ടിൽ ആ സ്വർഗം എന്ന് പറഞ്ഞാല് അത്രയും വലിയ ദർജയിലാണ് ഉമ്മാനെ ഇരുത്തേണ്ടത്, അല്ലേ? അല്ലാതെ ഉമ്മ നമ്മളെ ഡ്രസ്സ് അലക്കേണ്ട ആളല്ല. ഹബീബ് പറഞ്ഞു, അവസാന കാലഘട്ടം വരുമ്പോ അടിമയോട് പെരുമാറുന്നത് പോലെ പെരുമാറും. അൻതലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കും. ആൺകുട്ടികളാവട്ടെ സ്ഥിതി ഇങ്ങനെ. എന്നാ പെൺകുട്ടികളാണെങ്കിലോ, ചിലർ പറയും പെൺകുട്ടികളായാലും ഒരു സഹായത്തിന് ആളുണ്ടാവും, +2 വരെ ഒരു പണിയെടുക്കും. വീട്ടിലാകെണ്ടാകുന്ന പണി എന്താ? നിലം തുടക്കല്, വസ്ത്രം അലക്കല്, പാത്രം കഴുകല്. ഈ 3-4 പണി പെൺകുട്ടികളോട് പറഞ്ഞായിട്ട് തിരിഞ്ഞു നോക്കില്ല. മുറ്റടിച്ചേരാൻ പറഞ്ഞാൽ പറയും, എനിക്കൊരുപാട് എഴുതാണ്ട് അറിയും, അപ്പൊരു എഴുത്തിട്ട് വരില്ല.